സാധനം കയ്യിലുണ്ടോ, അയല പൊരിച്ചതുണ്ടോ തുടങ്ങി പ്രയോഗങ്ങളെ കൊണ്ട് ലോകത്തെവിടെയുമുള്ള മലയാളികളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയാറുള്ളത്. അതെ, ലോകത്തിൻ്റെ ഏത് മൂലയിൽ നോക്കിയാലും അവിടെ ഒരു മലയാളിയെങ്കിലും കാണും. പഠനത്തിനും പണമുണ്ടാക്കാനും വേണ്ടി നാടുവിടുന്ന ഇവർ യഥാർത്ഥത്തിൽ കൈരളിയുടെ പട്ടികയിൽ ചിലതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതെന്തെല്ലാമാണെന്നാണ് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നത്. കാണാം. നമസ്കാരം. ഒരു ഭൂപ്രദേശത്ത് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന മനുഷ്യന് അക്കരെ പച്ച എന്നോണം മറ്റൊരു പ്രദേശത്ത് അവന്റെ വയറിനും അവന്റെ സമ്പാദ്യത്തിനും ഉതകുന്നതായ ചിലതെല്ലാം കണ്ടാൽ അവൻ അങ്ങോട്ട് യാത്ര ചെയ്യും. അതൊരു ലോക യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ ഒരുപാട് കുടിയേറ്റങ്ങൾ, സഞ്ചാരങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. എല്ലാ മതഗ്രന്ഥങ്ങളും എല്ലാത്തരം ചരിത്ര ഗ്രന്ഥങ്ങളും പരിശോധിച്ചു നോക്കിയാൽ നമുക്കതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടും. ലോകത്തെ ഏറ്റവും വലിയ മൈഗ്രേഷൻ അഥവാ കുടിയേറ്റം എന്നറിയപ്പെടുന്നത് ഗ്രേറ്റ് അറ്റ്ലാന്റിക് മൈഗ്രേഷൻ ആണ്. 1820-നും 1980-നും ഇടയിൽ 37 മില്യൺ ജനങ്ങളാണ് യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിലേക്ക് യാത്ര ചെയ്തത്. കണക്കുകൾ പ്രകാരം 258 മില്യൺ ജനങ്ങളാണ് സ്വന്തം നാട്ടിൽ അധിവസിക്കാൻ കഴിയാതെ മറ്റു പുറം നാടുകളെ ആശ്രയിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ ബർമ്മ, ശ്രീലങ്ക, അതുപോലെ തന്നെ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് തൊഴിലന്വേഷകരായി പോയിരുന്നതായി നമുക്ക് തുടക്ക കാലഘട്ടങ്ങളിൽ കാണാം. അതിനു മുൻപേ അറേബ്യൻ നാടുകളിൽ നിന്ന് ഇങ്ങോട്ട് കച്ചവടത്തിനായി വന്ന അറബികളുടെ കൂടെ തിരിച്ചങ്ങോട്ട് അവരുടെ നാടുകളിലേക്ക് തൊഴിൽ അന്വേഷിച്ചു പോയിരുന്നവരും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രവണതയ്ക്ക് പുതിയ മാനങ്ങൾ സമ്മാനിച്ചതും അതുപോലെ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളെ വരെ വലിയ രീതിയിൽ സ്വാധീനിച്ചതും 1970-കളിൽ നടന്ന ഗൾഫ് ബൂം പ്രൊജക്ടുകളും അതുപോലെ തന്നെ വമ്പിച്ച എണ്ണ നിക്ഷേപങ്ങളുണ്ടെന്ന അറിവും കൂടിയാണ്. എന്നാൽ ഇനി കേരളത്തിലെ വിദ്യാഭ്യാസ കുടിയേറ്റത്തെ കുറിച്ച് സംസാരിക്കാം. 2018-ൽ 1,29,763 ഉപരിപഠനാർത്ഥം വിദേശത്തേക്ക് പലായനം ചെയ്ത കേരളീയ വിദ്യാർത്ഥികളുടെ എണ്ണമെങ്കിൽ 2023 ആകുമ്പോഴേക്കും 2,50,000 അത് വർദ്ധിക്കുകയാണ്. 17 വയസ്സ് മുതൽ തുടങ്ങുന്നുണ്ട് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി കുടിയേറ്റങ്ങൾ. 11.3% വിദ്യാർത്ഥികളാണെന്ന് ലോക കേരള സഭയിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അവിടുന്ന് പ്രകാശനം ചെയ്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വൻതോതിലാണ് വിദ്യാർത്ഥി കുടിയേറ്റം കേരളത്തിൽ നിന്നും സംഭവിക്കുന്നത്. പ്രതിവർഷം കേരളത്തിൽ നിന്ന് പഠനാവശ്യാർത്ഥം മാത്രം വിദേശ കുടിയേറ്റം നടത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം പരിഗണിക്കുമ്പോൾ സംസ്ഥാനത്ത് ഇത് സൃഷ്ടിക്കുന്ന സാമ്പത്തിക ചോർച്ച അത്ര ചെറുതല്ല. 2021 കണക്ക് പ്രകാരം രാജ്യത്തെ കുടിയേറ്റ വിദ്യാർത്ഥികൾ പഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ ചെലവിടുന്നത് പ്രതിവർഷം $690.9 കോടി ആണ്, അഥവാ 59 ലക്ഷത്തോളം രൂപ. ഇത് രാജ്യത്തിന്റെ പുറത്തേക്ക് പോകുന്ന ധനത്തിന്റെ 30% വരും. 2014-15 വർഷത്തിൽ UK എക്കോണമിയുടെ ഗ്രൗസ് ഔട്ട്പുട്ടിലേക്ക് 25.8 ബില്യൺ വന്നെത്തിയത് കുടിയേറ്റ വിദ്യാർത്ഥികളിൽ നിന്നായിരുന്നു അത്രേ. വിദേശ വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസായിരുന്നു ഇതേ കാലയളവിൽ UK-യിലെ സർവകലാശാലയിലെ മൊത്തം വരുമാനത്തിന്റെ 14%. അറിയാം, വികസിത രാജ്യങ്ങളിൽ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ട് എന്ന ധാരണ പലപ്പോഴും വിദ്യാർത്ഥികളെ ഇതിലേക്ക് ആകർഷിക്കുന്നുണ്ട്. PR അഥവാ പെർമനന്റ് റെസിഡൻസ് അല്ലെങ്കിൽ പൗരത്വം ലഭിക്കുന്നതിനുള്ള ഒരു ചവിട്ടുപടിയായുമാണ് കുട്ടികൾ ഇതിനെ കാണുന്നത്. ഇത്തരം രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും പ്രധാന ആകർഷണങ്ങളെല്ലാം ആണ്. ഇതിനെല്ലാം ഉപരിയായി അവിടുത്തെ തൊഴിലിന് ലഭിക്കുന്ന മാന്യതയും വ്യക്തി സ്വാതന്ത്ര്യവും ശമ്പളവുമാണ് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെയും മറ്റു പലരെയും ഇത്തരം രാജ്യങ്ങളിലേക്ക് കുടികയറ്റുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ അയൽപക്ക പ്രഭാവം എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം വിദ്യാഭ്യാസ കുടിയേറ്റ കാര്യത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് സെന്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിലെ
പ്രധാന ഗവേഷകരിൽ ഒരാളായ ബിനോയ് പീറ്റർ അഭിപ്രായപ്പെടുന്നു. പരിസര പ്രദേശങ്ങളിലുള്ളവരോ പിയർ ഗ്രൂപ്പിൽപ്പെട്ടവരോ ആയ ആളുകൾ വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ അതൊരു ചെയിൻ റിയാക്ഷനായി അവിടെ പ്രവർത്തിക്കുകയാണ്. സംസ്ഥാനത്ത് 153 കോളേജുകൾക്ക് നാക് അംഗീകാരം എ ഗ്രേഡിന് മുകളിലാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 18% സ്ഥാപനങ്ങൾക്ക് A++ ഗ്രേഡുമുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിംവർക്ക് അഥവാ NIRF ഏജൻസിയുടെ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ കേരളം ഗണ്യമായ സ്ഥാനം നേടിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ വലിയ സാമൂഹിക, സാമ്പത്തിക, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന് അവരുടെ മക്കളെ ഇന്നും സ്വന്തം നാട്ടിൽ താമസിപ്പിക്കാൻ കഴിയുന്നില്ല. വലിയ വലിയ ഉദ്ദേശങ്ങളോടുകൂടിയും തൻ്റെ ഭാവി ഇത്തരത്തിൽ പുറത്തുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സെക്യൂർ ആയിട്ടുള്ളത്, സമ്പാദനത്തിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ കുട്ടികൾ ഇതൊരു ട്രെൻഡായി ഏറ്റെടുത്തിരിക്കുകയാണ്. മറ്റു പല രാജ്യങ്ങളെയും പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് കേരളത്തിൽ നിന്നും വൻ തോതിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ മറ്റൊരു ബ്രെയിൻ ചോർച്ചയ്ക്ക് കൂടി കാരണമാകുന്നുണ്ട്. പരിഹാരങ്ങൾ ചിന്തിക്കേണ്ടതും ബോധിപ്പിക്കേണ്ടതും നമ്മൾ എന്ന ജനങ്ങളാണ്. തീരുമാനമെടുക്കേണ്ടത് അധികാരകൂടവും. കാത്തിരിക്കാം. എന്നും നേരിനൊപ്പം.